വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലിനക്സ് ബേസിക് കമാൻഡ്സ് ആണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളിപ്പോൾ ടെർമിനൽ ഓപ്പൺ ചെയ്തു. നമ്മളിപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് അറ്റാക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വോയിസിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്നും കൂടി പഠിക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കമാൻഡാണ് PWD. PWD നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന വർക്കിംഗ് ഡയറക്ടറി, ഇപ്പം നമ്മൾ ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത് അതറിയാൻ വേണ്ടിയിട്ടാണ് PWD എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. PWD ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് റൂട്ട് ഡയറക്ടറിയിലാണ്. ഇപ്പം ഞാൻ വേറൊരു ഡയറക്ടറിയിലേക്ക് പോവാണ്. ഡെസ്ക്ടോപ്പിൽ പോയി PWD അടിച്ചാൽ നമ്മൾ നിൽക്കുന്ന വർക്കിംഗ് ഡയറക്ടറി root/desktop ആണ്. അപ്പം അതാണ് PWD കമാൻഡിൻ്റെ ആ ഒരു കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കമാൻഡാണ് LS. എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഫയലാണ്. അതായത് ഈ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഫയലിൽ നമുക്ക് ഏതൊക്കെ ഫയൽസ് അവിടെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്, അതായത് ലിസ്റ്റ് ഫയൽസ്, അത്രേ ഉള്ളൂ. ഇപ്പം ഇവിടെ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ ഉണ്ട്. ഇനി ഞാനൊരു ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യാം, ടെസ്റ്റ്. ഓക്കെ, ഇനി ഞാൻ ലിസ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടൂൾസും ഉണ്ട്, ടെസ്റ്റ് എന്ന് പറയുന്ന ഫയലും ഉണ്ട്. ടൂൾസ് ഈ നീല കളറിൽ കാണിക്കുന്ന ഡയറക്ടറിയാണ്, ഇത് ഫയലാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് CD. ഇനി നമുക്ക് CD എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ഡയറക്ടറിയാണ്, CD ചേഞ്ച് ഡയറക്ടറി. ഇനിയിപ്പം എനിക്കിപ്പം CD അടിച്ചിട്ട് നമ്മുടെ ഇപ്പോൾ ലിസ്റ്റ് ഫയൽ ചെയ്ത് ഞാൻ ഇവിടെ കുറേ ഫയൽസ് കാണാൻ പറ്റും. എനിക്കിപ്പോൾ ഡൗൺലോഡ്സിൽ പോകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ CD ഡൗൺലോഡ്സ്, ഓക്കെ, ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫയലാണ്. അവിടെ ലിസ്റ്റ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഓക്കെ, അതിലാണ് CD യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കത്തെ ഡയറക്ടറി പോകണമെന്നുണ്ടെങ്കിൽ CD /. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്കത്തെ ഡയറക്ടറിയിലേക്ക് പോകാൻ. ഇപ്പോൾ നമ്മളുള്ളത് ഏത് ഡയറക്ടറിയിലാണ് നോക്കാൻ, PWD റൂട്ട് എന്ന് പറയുന്ന ഡയറക്ടറിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് കമാൻഡാണ് മേക്ക് ഡയറക്ടറി. ഓക്കെ, മേക്ക് ഡയറക്ടറി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും കുറച്ച് ഫയൽസ് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ പോവാണ്. അപ്പോൾ ഇവിടെ 2 ഫയൽസ് ഉണ്ട്. മേക്ക് ഡയറക്ടറി എന്ന് വെച്ചാൽ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം MKDIR എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്. മേക്ക് ഡയറക്ടറി AcraBug. ഇത് നമ്മുടെ കീവേഡും ഇത് നമ്മുടെ ഫയലിൻ്റെ ഫോൾഡറിൻ്റെ നെയിമുമാണ്. MKDIR മേക്ക് ഡയറക്ടറി മേക്ക് ഫോൾഡർ, ഇത് നമ്മുടെ ഫോൾഡറിൻ്റെ നെയിം. ഞാൻ ഹിറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ഫയൽ ചെയ്താൽ കാണാൻ പറ്റും AcraBug എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതാണ് അടുത്തതാണ് റിമൂവ് ഡയറക്ടറി. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് RMDIR. എന്നിട്ട് നമ്മുടെ ഫയലിൻ്റെ നെയിമും AcraBug എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഡയറക്ടറി അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഫയൽ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഫയൽ ഇവിടെ ഇല്ല. മേക്ക് ഡയറക്ടറി ചെയ്തപ്പം ഇവിടെ നമുക്ക് ഫയൽ വന്നിട്ടുണ്ട്, ഫയലല്ല ഫോൾഡർ. ഓക്കെ, അതിനാണ് മേക്ക് ഡയറക്ടറി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടച്ച് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യും, TOUCH. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫയലിൻ്റെ നെയിം AcraBug.txt എൻ്റർ ചെയ്താൽ ലിസ്റ്റ് ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കിവിടെ ആ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഫയൽ നമുക്ക് റിമൂവ് ചെയ്യാനും നമ്മുടെ ഫയലിൻ്റെ നെയിമും ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. അവിടെ നമുക്ക് ഫയൽ റിമൂവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കമാൻഡാണ് CP എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ കോപ്പി ചെയ്യാനാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഫയൽസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫയൽ, ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന ഫയൽ ഈ ഒരു ടൂൾസ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് അയക്കാൻ പോവാണ്. അപ്പം CP ടെസ്റ്റ്, ഇനി നമ്മുടെ ഡയറക്ടറി നെയിം ജസ്റ്റ് ടൂൾസ്, ദാറ്റ്സ് ഓൾ. എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഈ ടൂൾസ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയുണ്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഫയൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫയൽ റിമൂവ് ചെയ്യാം. എല്ലാം സെർച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫയൽ അവിടെ നിന്ന് റിമൂവ് ആയി. നമുക്ക് ഒന്ന് ബാക്കത്തെ ഡയറക്ടറിയിലേക്ക് പോകാം. ഇനി നമ്മുടെ നെക്സ്റ്റ് കമാൻഡാണ് MV, അതായത് മൂവ് എന്ന് പറയുന്ന കീവേഡ്. നമുക്കൊരു ഫയൽ വേറെ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് MV, മൂവ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് ഒരു ഫോൾഡറും ഒരു ഫയലും ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഫയൽ നമുക്ക് ഈ മൂവ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം, അതായത് മൂവ് ചെയ്യണം. അതിനായിട്ട് ഞാൻ MV ടെസ്റ്റ്, അതിനുശേഷം നമ്മുടെ ഫോൾഡർ നെയിം, ഇത് കീവേഡ് മൂവ് ചെയ്യാൻ, ഇത് നമ്മുടെ ഫയൽ നെയിം, ഇത് നമ്മുടെ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് ആ ഒരു ഡയറക്ടറി പാത്ത്. ഓക്കെ, എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്താൽ മനസ്സിലാവും ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഫയൽ അവിടെ ഇല്ല. ഇനി നമ്മൾ ടൂൾസ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിനുള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഡയറക്ടറി, അതായത് ഒരു ഫോൾഡർ എങ്ങനെ മൂവ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്, AcraBug എൻ്റർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫോൾഡർ മൂവ് ചെയ്യാനും കോപ്പി ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് CP -R AcraBug എന്ന് പറയുന്ന ഡയറക്ടറി. നമുക്ക് ടൂൾസ് എന്ന് പറയുന്ന അതിലേക്ക്
മാറ്റണം. ഡയറക്ടറിക്ക് എപ്പോഴും ഒരു ഫോർവേഡ് സ്ലാഷ് ഉണ്ടാകുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് വരും. ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് AcraBug ഉണ്ട്, അതേപോലെ ടൂൾസ് എന്ന് പറയുന്ന ഫോൾഡറിലും AcraBug ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. സോറി. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. AcraBug എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിയാണ് വന്നിട്ടുണ്ട്. അപ്പം ഒരു ഡയറക്ടറി എങ്ങനെ റിമൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു. RMDIR. ഓക്കെ, അതിനുശേഷം AcraBug എല്ലാം ചെയ്താൽ കാണും നിങ്ങൾക്ക് അവിടെ ആ ഒരു ഫോൾഡർ ഇല്ല. നെക്സ്റ്റ് നമുക്ക് ഒരു ഫയൽ മൂവ് ചെയ്യണം. അതിനായിട്ട് MB സ്പേസ് നമ്മുടെ ആ ഒരു ഫോൾഡറിൻ്റെ നെയിം സ്പേസ് ടൂൾസ്. ഓക്കെ, എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ AcraBug എന്ന് പറയുന്ന ഫോൾഡർ ഇല്ല. അതിപ്പോൾ ഉള്ളത് ടൂൾസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ്. ലിസ്റ്റ് ചെയ്താൽ ആ ഒരു ഫോൾഡർ AcraBug എന്നുള്ളത് ടൂൾസ് എന്ന് പറയുന്ന ഡയറക്ടറിയിൽ ആ ഒരു ഫോൾഡറിലേക്ക് ആ ഒരു പാത്തിലേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ക്യാറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയലിൻ്റെ ഉള്ളിലുള്ള കാര്യം അറിയണം. അതായത് ഇപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഫയലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേർഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. അപ്പോൾ ക്യാറ്റ് പിന്നെ നമ്മുടെ ഫയൽ നെയിം ടെസ്റ്റ്. ഇപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറയുന്ന ഫയലിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫയലിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഒരു എഡിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നാനോ എന്നാണ് ആ ഒരു എഡിറ്ററിൻ്റെ പേര്. നമ്മുടെ എന്താ പറയുക, നാനോ എന്ന എഡിറ്ററിൻ്റെ മെയിൻ യൂസിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെർമിനലിൽ CLI മുകളിലാണ് നമുക്ക് ഒരു ഫയൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നാനോ ഫയലിൻ്റെ നെയിം ടെസ്റ്റ്. ഓക്കെ, എൻ്റർ ചെയ്യാം. അപ്പം ഇതിനുള്ളിൽ ഒന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് വെൽക്കം ടു AcraBug എന്ന ഫയൽ നമുക്ക് വെൽക്കം ടു AcraBug എന്ന് പറയുന്ന ഒരു വേർഡ് അതിൽ എഴുതിയിട്ട് നമുക്ക് സേവ് ചെയ്യാം. അതിനായിട്ട് Ctrl+S ആൻഡ് Ctrl+X. ഓക്കെ, ആദ്യം സേവ് ചെയ്യാൻ Ctrl+S, അതിനുശേഷം എക്സിറ്റ് ചെയ്യാൻ Ctrl+X. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നമ്മൾ ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ ആ ഒരു ഫയലിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ വെൽക്കം ടു AcraBug എന്ന് പറയുന്നത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വേർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, സ്ട്രിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ക്യാറ്റ് ചെയ്യാം. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ആ ഫയലിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാറ്റ് ഫയൽ നെയിം എൻ്റർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഫയലിൻ്റെ ഉള്ളിലുള്ളത് വെൽക്കം ടു AcraBug അതാണ്. നെക്സ്റ്റ് ഒരു കീവേഡാണ് ക്ലിയർ. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ഇവിടെ പല രീതിയിലും ഒരു മെസ്സായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ക്ലിയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ Ctrl+L അടിക്കാം. Ctrl+L അടിക്കുമ്പോൾ ക്ലിയർ ആവത്തില്ല, പക്ഷേ ഈ ഒരു സ്ക്രീൻ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ നമ്മൾ അടിച്ചിട്ടുള്ള എല്ലാ കമാൻഡ്സും അവിടെ വരും. ഇപ്പോൾ കുറച്ചും കൂടി ബെറ്റർ Ctrl+L ആണ്. അതായത് നമ്മൾ മുമ്പിൽ അടിച്ച കമാൻഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ, മുമ്പ് അടിച്ച പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും നമുക്ക് എറേഴ്സും കാര്യങ്ങളും അറിയില്ല എന്നുണ്ടെങ്കിൽ ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ അത് പോയി പോകും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ Ctrl+L അടിച്ചപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത കമാൻഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി നമ്മൾ ക്ലിയർ അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ അടിച്ചാൽ ജസ്റ്റ് എൻ്റർ ചെയ്താൽ എല്ലാം പോകും. അപ്പോൾ നമുക്ക് മുകളിലുള്ള കമാൻഡ്സും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, നമ്മൾ സ്ക്രോൾ ചെയ്താലൊന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ക്ലിയർ. അടുത്തതാണ് CH മോഡ്. അതായത് നമുക്ക് ഇപ്പം ഇവിടെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ഫയലിൻ്റെ പെർമിഷൻസും കാര്യങ്ങളും നോക്കാം. ടെസ്റ്റ്, അപ്പോൾ നമുക്ക് അതിൻ്റെ പെർമിഷൻസും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കീവേഡ് യൂസ് ചെയ്യും, LS-LA. ഓക്കെ, ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്ന ഫയലിന് റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട് പെർമിഷൻ ഇല്ല. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതായത് റീഡ് R, W, റൈറ്റ്, X എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സിക്യൂട്ട് ആണ്. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ഫയലിലേക്ക് മാറ്റാനായിട്ട് CH മോഡ് യൂസ് ചെയ്യും. CH മോഡ് പ്ലസ് X എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. വേറൊരു മെത്തേഡ് ഉണ്ട്, CH മോഡ് 777 എന്ന് പറയും. ഈ 777 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എല്ലാ പെർമിഷൻസും ഈ ഒരു ഫയലിലേക്ക് കിട്ടും. അതായത് റീഡ്, റൈറ്റ് ആൻഡ് ഓൾ പെർമിഷൻസും നമുക്ക് ഈ ഒരു ഫയലിലേക്ക് കിട്ടും. ഞാനിപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് Ctrl+X ആണ്. എന്നിട്ട് നമ്മുടെ ഫയലിൻ്റെ നെയിം കൊടുക്കുന്നു. എൻ്റർ ചെയ്തിട്ട് നമ്മൾ LS-LA നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് എക്സിക്യൂട്ട് പെർമിഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം റീഡും റൈറ്റും എക്സിക്യൂട്ട് പെർമിഷനും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, CH മോഡ് 777 സ്പേസ് ടെസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പെർമിഷൻസും ഈ ഒരു ഫയലിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഫയലിൻ്റെ കളർ ഇവിടെ മാറിയിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ ആയിട്ടുണ്ട്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എക്സിക്യൂട്ടബിൾ ഫയലാണെന്നാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രോഗ്രാം ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കീവേഡ് യൂസ് ചെയ്യും, Ctrl+C. ഓക്കെ, Ctrl+C ആണ് നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കണ്ടൻസിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കമാൻഡ്സ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you tomorrow.